സംസ്കൃത സുഭാഷിതങ്ങളിലൊന്നാണ് പുരുഷേഷു വിഷ്ണു നാരീഷു രംഭ നഗരേഷു കാഞ്ചി. ഇത് നിങ്ങൾക്കും അറിവുള്ളതായിരിക്കും. ഇതിനർത്ഥം പുരുഷന്മാരിൽ ശ്രേഷ്ഠൻ വിഷ്ണു, സ്ത്രീകളിൽ ശ്രേഷ്ഠ രംഭ, നഗരങ്ങളിൽ ശ്രേഷ്ഠം കാഞ്ചി, നമ്മുടെ കാഞ്ചീപുരം. അങ്ങനെ ഇന്ത്യയുടെ അഭിമാനങ്ങളിലൊന്നായ ക്ഷേത്രങ്ങളുടെ മഹത്വവും ചരിത്രവും ആത്മീയതയും ഒത്തുചേർന്ന ഈ പുണ്യനഗരത്തിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. പ്രഭാത സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ക്ഷേത്രഗോപുരങ്ങളെ തഴുകുമ്പോൾ ആ പ്രകാശം ഭക്തിയുടെ പൊൻതൂവലുകളായി നഗരമാകെ പടരുകയാണ്. ക്ഷേത്രമണികളുടെ നാദവും പൂക്കളുടെ സുഗന്ധവും ചേർന്ന് ഓരോ നിമിഷവും മനസ്സിന് ശാന്തിയുടെ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുകയാണ്. 6 ദിവസത്തെ ഒരു തീർത്ഥാടന യാത്ര എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ന് അതിൽ ആദ്യ ദിവസം ഞങ്ങൾ ദർശനത്തിനായി എത്തിയത് ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലാണ്. 4 മാസത്തിന് മുമ്പ് ഞങ്ങൾ കാഞ്ചീപുരം സന്ദർശിച്ചപ്പോൾ വിട്ടുപോയ 2 ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നിന്ന് തന്നെ ആവാം ആദ്യത്തെ യാത്ര എന്ന് വിചാരിച്ചു. ശ്രീ മഹാവിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്ന അതിപുണ്യ ക്ഷേത്രമാണിത്. ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവമായാണ് ശ്രീ വരദരാജ പെരുമാളിനെ വിശ്വസിക്കുന്നത്. പല്ലവ, ചോള, വിജയനഗര രാജവംശങ്ങളുടെ വാസ്തുകലാ വൈഭവം ഇവിടുത്തെ ഗോപുരത്തിലും ശില്പങ്ങളിലും മനോഹരമായി പ്രതിഫലിക്കുകയാണ്. കൂടാതെ 100 തൂണുകളുള്ള മണ്ഡപവും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വഴിയാണിത്. ഈ വഴി പോകുമ്പോൾ സ്വർണം പൂശിയ ഒരു പല്ലിയുടെ രൂപവും അവിടെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ചുറ്റും ഇന്ന് സന്നിധികളുണ്ടല്ലോ. ഇല്ലല്ല, ഇന്ന് സന്നിധികളുണ്ട്. എന്ത് തന്നു? அப்படியே இந்த பக்கம் வந்துரு. അങ്ങനെ ഇടല്ലേ വിഷ്ണു? നോ. അങ്ങനെ വരദരാജ പെരുമാളിൻ്റെ ഇവിടുത്തെ അനുഗ്രഹവും വാങ്ങി അടുത്ത് പോയത് ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുള്ള കൈലാസനാഥർ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ കൈലാസനാഥർ ക്ഷേത്രത്തിലെത്തി. ഇവിടെയാണ് പോകേണ്ടത്. എങ്ങനെ? இதெல்லாம் 2000 வருஷம் இருக்குமா? 1670 കുറഞ്ഞത് 1400 രൂപ. ഇല്ല, 1500 വർഷങ്ങൾക്ക് മുമ്പേ. 1500 കുറഞ്ഞ വർഷം. ബ്യൂട്ടി. പക്ഷെ വേറെ എന്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. തറ ഫുള്ളായിട്ട് കല്ലിടാനുള്ള ശ്രമമാണ് അവർ കേട്ടാ. ബാംഗ്ലൂർ സ്റ്റോൺ. ഇത് സിംഹവിഷ്ണു പദം കെട്ടിട്ട് വായിക്കുന്നു. നീ പിൽക്കാലത്തുള്ള നന്ദികളെ പാട് മുഖത്തോട് നമുക്ക് വേറുന്നത് നെറ്റിയിലിരുന്ന് എല്ലാം കുറച്ച് ദൂരം കൂടെ നടക്കണം. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായ രാജസിംഹൻ, അതായത് നരസിംഹവർമ്മൻ രണ്ടാമൻ
നിർമ്മിച്ച ഈ ക്ഷേത്രത്തെ വികസിപ്പിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ മകനായ മഹേന്ദ്രവർമ്മൻ മൂന്നാമനാണ്. മണൽക്കല്ലിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലും മണ്ഡപങ്ങളിലും കൊത്തിയ ശിവന്റെ വിവിധ രൂപങ്ങളും പുരാണ കഥകളും നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. ശ്രീകോവിലിനെ ചുറ്റി നിരവധി ചെറിയ ശിവക്ഷേത്രങ്ങളും കാണാം. ഇവിടുത്തെ ഓരോ കല്ലും ശില്പികളുടെ അതുല്യമായ കരവിരുതിൻ്റെയും ഭക്തിയുടെയും സാക്ഷ്യമാണ്. ചരിത്രവും ആത്മീയതയും കലാസൗന്ദര്യവും ഒരുപോലെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൈലാസനാഥ ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു പുണ്യസ്ഥലമാണ്. உணர்வு இருக்குல்ல, எவ்வளோ பெரிய மாமன்னர்கள்லாம் தொற்றுக்கிறதுக்கு வாய்ப்பு இருக்கிற கல், எவ்வளோ பெரிய கலைஞன் தொட்டு செதுக்கினாரு. இன்னைக்கு என் கையும் நம்ம கையும் அதில் படுது அப்படின்றது என் சந்ததியோடு சேர்ந்து நான் அதில் தொடுறேன் அப்படின்னு. நான் வந்து தனியாக இல்லை, ஒரு பெரிய சங்கிலி தொடரோட ஒரு கண்ணி முன்னாடி பின்னாடி எனக்கு ஒரு கண்ணி நினைக்கும் போது பெருமிதம் இருக்குல்ல, நிறைவு. நான் தனியன் இல்லைன்னு மிகப்பெரிய நாகரிகத்தோடு ஒரு மனிதனாக இருக்கிற சங்கிலி தொடர் மாதிரி மீண்டு போகிறது ஒரு கண்ணி, எவ்வளோ முக்கியமான கண்ணி. ஏத்தம் போட்டு தூக்குவாங்க. பழைய கை நடுவில் பெரிய பனந்தொட்டு பைவோட் அடிச்சு ஒரு பெரிய பனந்தடியை இப்படி 2 தடியை சேர்த்து கட்டி இப்படி வச்சுட்டாங்க. இந்த சைடில் கல்லை கட்டி கொடுத்தாங்க, அந்த பக்கத்தை கப்பி போட்டு கீழே அப்படியே கிணத்தோட இதில் அப்படியே கீழே இழுக்கும்போது இது மேலே போகும், இது வலிச்சு. മണൽ പാറ, മണൽ அப்படியுமாங்க. അതുകൊണ്ടാണ് അതിന് ഡാമേജ് പെട്ടെന്നാവും. இன்னுം அதோட தன்மை இழந்து 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 அது சிதிலமாகும். 1500 വർഷങ്ങൾ വരെ சொல்லுவாங்கல்ல, கல் தோன்றி மண் தோன்றான்னு. அது கல்லா இருந்துதான் அப்புறம் மண்ணை சிதிலம் அடையும். இது அந்த காலத்தோட பாறைகளை செஞ்சது, அது இன்னும் மண்ணா மாறும். நிறைய டேமேஜ் இருக்கு. ஆனா கல் கூட எஞ்சாது, கலை எஞ்சி. அம்மன் சன்னதி கிடையாது, அம்மன் சன்னதி கிடையாது. സാൻഡ് അല്ല, അവർ സൈസ് പാറ, മണൽ പാറ. அதுபடி தமிழ்நாட்டில் இருக்கிற எல்லா யாழியா யாழி 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 அது எப்படி எல்லாம் ஒரே உருவமாக இருக்குது? ஒரே உருவமாக இருக்காது, உனக்கு சின்ன சின்ன வித்தியாசங்கள் இருக்கும். பட் இருந்தாலும் இந்த எண்டு அப்படி தானே இருக்குது. எல்லா இதுலேயுமே உமாமகேஸ்வர சன்னதிகள் தான் வச்சுருக்குறாங்க. சில இதில் குழந்தையோடு இருக்கிறது, கர்ப்பமாக இருக்கிறது, இங்கே குழந்தையோடு இருக்குது, இங்கேயும் குழந்தையோடு இருக்குது.
തെലുങ്ക്, സംസ്കൃതം, ബാലി എല്ലാം ചേർന്ന് പ്രാകൃതം. സംസ്കൃതത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. സംസ്കൃതത്തിൻ്റെ കാലത്ത്, അതായത് ഏത് ഇത് തമിഴ് കൽവെട്ട് തന്നെ, തമിഴ് ചേർന്നല്ല. മൃഗപാണി, കയ്യിലെ മൃഗം മാനുണ്ട്, മഴുകുണ്ട്, മാൻ പിടിച്ചിരിപ്പാரு. പക്ഷെ ദേവി അടുത്തുണ്ട്. மேலே ரைட் ஹேண்ட்ல ரைட் இல்ல லெஃப்ட் ஹேண்ட் மேல இருக்குது கங்கா. கங்கா தேவி லெஃப்ட் ஹேண்ட்ல பாருங்க. மானி இங்க ஒரு சின்முத்திரை, அது மழு இல்ல. ஆமா இதுதான். கீழே எதுக்கு மேலே கால் வச்சிருக்காரு? இதுதான் வீரபத்ர சாமியோட ரூபம். ஆக்சுவலாக கீழே வந்து இப்போ புதுசாக பண்ணியிருக்காங்க. இல்லை இல்லை, அதை வந்து பேட்ச் பண்ணியிருக்காங்க. சிமெண்ட் பேட்ச் ஒர்க் நடத்துறது. அது இந்த மாதிரி கல் இந்த மாதிரி டேமேஜ் பண்ணதை இதை செக்யூர் பண்ணதுக்காக இதை பூசி. ஆமாம், சன்னியாசிகளுக்கு பக்கத்தில் அவங்க ஓ தலையானா இல்லை இது? சில நம்ம திருச்சியில் போகும்போது புதுசாக கட்டின மாதிரி இது. திருச்சி ஆல்ரெடி இருந்திருக்குண்டா, உடஞ்சிருக்கும். அவங்க திருச்சி போகும்போது பார்க்கலாம். சமணப்படுகைகள் இந்த மொட்டை பாறையெல்லாம் அங்கங்கே அவங்களா செதுக்கி வச்சிருப்பாங்க படுக்கிறது. ശരി, ഇതിൻ്റെ ഉള്ള എന്താണ്? ഒന്നും ഇല്ല, ഇതിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇരുന്നില്ലേ? ഇത് കൈലാസനാഥ ക്ഷേത്രത്തിന് തൊട്ട് ഓപ്പോസിറ്റിലായിട്ട് ഉള്ള ഒരു ഐഡൽ ഷോറൂമാണ്. ചെറിയൊരു കടയാണ്, പക്ഷേ ഒത്തിരി വിഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് വിഗ്രഹങ്ങൾ വേണമെങ്കിലും അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അവർ ചെയ്തു തരും, പറഞ്ഞാൽ മതി. കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും റീസണബിൾ ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഒന്നും വാങ്ങാൻ നിന്നില്ല, പക്ഷെ എല്ലാം നോക്കിയിട്ട് പുറത്തിറങ്ങി. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാഞ്ചീപുരം സന്ദർശിക്കൂ. ചരിത്രത്തെ തൊടൂ, ക്ഷേത്രങ്ങളുടെ നിശബ്ദത കേൾക്കൂ, പട്ടുനൂലുകളിൽ നെയ്ത സ്വപ്നങ്ങൾ കാണൂ. ഈ പുണ്യഭൂമിയുടെ ആത്മാവിനെ ഹൃദയത്തിൽ അനുഭവിക്കൂ. താങ്ക് യു ആൾ. എൻ്റെ ഒരാഴ്ച തീർത്ഥാടന യാത്രയുടെ ഒരു ദിവസം മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. മറ്റ് യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.